ആ ചേട്ടൻ വന്നോ? എന്തായി കൊച്ചിനോട് ഹോസ്പിറ്റലിൽ പോയിട്ട്? എന്തു പറയാൻ, ഇതാണ് ഞാൻ പറഞ്ഞേ പൊടിയുടെ അലർജി ആണോ ചുമയെന്ന്. പൊടിയുടെ അലർജിയാ? പൊടിയുടെ അലർജി പറയാണ്ട് കൊച്ചു പുറത്തേക്ക് പോണില്ല. ഈ വീട്ടിലെ പൊടിയായിരിക്കുള്ളൂ, നീ മര്യാദ അടിച്ചു വൃത്തിയാക്കാണ്ടായിരിക്കുള്ളൂ. ചേട്ടനൊന്ന് നോക്കിയേ, ഇവിടെ വല്ലതും അഴുക്കോലതും ഉണ്ടാന്ന്. ഞാനിവിടെ എല്ലാ ദിവസം അടിച്ചു വാരി വൃത്തിയാക്കണാണ്. കൊച്ചിന് എന്താ അസുഖം വന്നാലും എന്നെ അങ്ങോട്ട് കുറ്റം പറഞ്ഞതില്ല, കാര്യം കഴിഞ്ഞ്. ഒന്നും രണ്ട് ഡോക്ടർ പറയില്ല പൊടിയുടെ അലർജിയാണെന്ന്. നിന്റെ വൃത്തിയാക്കൽ എന്താന്നേ നിർത്തിയ നാളെ കാണിച്ചു തരാം. ബാഗ് കണ്ടേച്ചാ മതി. പിറ്റേ ദിവസം രാവിലെ വീട്ടില് ജയഗാർഡിന്റെ ഡീപ് ക്ലീനിങ്ങിന്റെ ആൾക്കാർ എത്തിയിട്ടാ. ഇവരിവിടെ വന്നിട്ട് എന്ത് മലമറിക്കാനെന്നായിരുന്നു എന്റെ ചിന്ത. എന്ന് വെച്ചാല് ഞാൻ എല്ലാ ദിവസവും ഇവിടെ അടിച്ചു വാരി വൃത്തിയാക്കിയിടുന്ന സ്ഥലമാണ്. പക്ഷെ ഇവര് വന്ന് ക്ലീനിങ് അങ്ങ് തുടങ്ങിയോടില്ലേ, എന്റെ കിളി പോയിട്ടാ. ഞാൻ എല്ലാ ദിവസവും വൃത്തിയാക്കിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ നിന്നാണ് ഇവരുടെ ഈ പൊടികളൊക്കെ എടുത്തത്. ഇത് കണ്ടപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ കണ്ണിപ്പെടാത്ത പൊടികൾ വരും ഇവരടിച്ചു തൂത്തെടുത്ത്. എൻ്റെ അഭിപ്രായത്തിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മുടെ വീടായാലും ഫ്ലാറ്റ് ആയാലും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനൊക്കെ പൈസ വേണ്ടിയെന്ന്. നമ്മൾ ഹോസ്പിറ്റലുകളിൽ ഓരോ തവണയും കൊണ്ടുപോയി കൊടുക്കുന്ന പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ വീട് നമുക്ക് ഇതുപോലെ വൃത്തിയായിട്ട് സൂക്ഷിക്കും. ഇവരുടെ സർവീസാണ് ശരിക്കും എടുത്തു പറയേണ്ടത് കേട്ടാ. ഇവർ 5 പേരാണ് വന്നത്. അതുപോലെ തന്നെ ഇവരെല്ലാം ചെയ്യുന്നത് നല്ല വൃത്തിക്കായിരുന്നു കേട്ടോ. ഓരോ സാധനങ്ങൾ എടുക്കുകയും അതുപോലെ തന്നെ തിരിച്ച് വൃത്തിയായതിനു ശേഷം അതേ പൊസിഷനിൽ തന്നെ വെക്കണുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ പുറകെ നടന്ന് ഓരോ കാര്യങ്ങളും നമ്മൾ ഗൈഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടാ. ഇവർക്ക് ഒരു ഗൈഡും ഇവരുടെ ഒപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരും കേട്ടോ. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന സ്ഥലമാണ് നമ്മുടെ കിച്ചൺ. പക്ഷേ കിച്ചണിൽ വരെ നമ്മുടെ കണ്ണിപ്പെടാത്ത ഒരുപാട് പൊടികൾ അവർ കണ്ട് അവരത് വൃത്തിയാക്കിയിട്ടാ. അത്രയും നല്ല സർവീസാണ് ഇവരുടെ. നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കുട്ടികളും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ സോഫ. ഈ സോഫ അവർ വൃത്തിയാക്കിയപ്പോൾ എൻ്റെ കണ്ണിൽ ഒരഴുക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് അവസാനം കണ്ടപ്പോഴാണ് ഞാൻ വരെ ഞെട്ടിപ്പോയത്. അതിൽ അത്രയും അഴുക്കുണ്ടായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ വർഷത്തിൽ ഒരു തവണയെങ്കിലും ജയഗാർഡ് ടീമിനെയും കൊണ്ട് വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യിക്കണം കേട്ടോ. അത്രയ്ക്കും വൃത്തിയായിട്ടാണ് അവർ നമ്മുടെ വീട് നമുക്ക് തിരിച്ചു തരുന്നത്. കണ്ടേ എൻ്റെ വീട്ടിൽ വന്ന മാറ്റങ്ങൾ. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ജയഗാർഡിനെ വിളിക്കണമെങ്കിൽ ജയഗാർഡിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ. അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.